നമസ്കാരം. മാക്ഡവൽസ് കമ്പനി മദ്യവും കിങ്ഫിഷർ ബിയറും ഉൽപ്പാദിപ്പിച്ചിരുന്ന ചേർത്തല വാരനാട്ടെ യുണൈറ്റഡ് സ്പിരിറ്റ് ഒരു സമയം അരനൂറ്റാണ്ടിലേറെ വാരനാട്ടെ ജനങ്ങളുടെ ഉപജീവന ലഹരിയായിരുന്നു ഇത്. ഇതിന്റെ പ്രവർത്തനം നിലച്ചിട്ട് ഏകദേശം 10 വർഷത്തിലേക്ക് അടുക്കുന്നു. ഇത് പരിശോധിക്കുകയാണ് ഇന്ന് IBN മലയാളം. 500 സ്ഥിര ജീവനക്കാർ, അതിലേറെ താൽക്കാലിക ജീവനക്കാരും, കയറ്റിറക്ക് പോലെയുള്ള അനുബന്ധ ജോലികൾ വേറെയും, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കാൾ ഉയർന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും. വാരനാട്ട ജനങ്ങളുടെ ഉപജീവന ലഹരിയായിരുന്നു അരനൂറ്റാണ്ടോളം യുണൈറ്റഡ് സ്പിരിറ്റ്സ്. എൻ്റെ പേര് മനോജ്. ഞാനിവിടെ മാക്ഡവലിലെ തൊഴിലാളിയായിരുന്നു. ഇവിടെ കമ്പനി നിർത്തിയതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ലാഭത്തിൽ കുറവ്, നഷ്ടം എന്ന് പറയുന്ന ഒരു ഇതിലാണ് അവർ നിർത്തിയത്. മറ്റുള്ള കാരണങ്ങളെക്കുറിച്ചില്ല. പിന്നെ ഇവിടുത്തെ യൂണിയൻസിൻ്റെ ഇടപെടലും ഉണ്ട്. 4 യൂണിയൻ ഉണ്ടായിരുന്നു ഇവിടെ. യൂണിയൻകാരുടെ നേതാക്കന്മാരുടെ ഒരു അതിരുവിട്ട പ്രവർത്തനം കൂടിയുണ്ട് ഈ കമ്പനി പൂട്ടുന്നതിലേക്ക് പോയത്. കമ്പനി പൂട്ടിയതിന് ശേഷം വാരനാട് ഒരു ഉറങ്ങിയ അവസ്ഥയായി. വളരെയധികം പേര് ഇവിടെ ചേർത്തലയിലെ ലോറികൾ വരെ വിറ്റു. ഇപ്പോൾ 10-40 ലോറി ഉണ്ടായിരുന്ന ചേർത്തലയിൽ ഇപ്പോൾ 1-2 ലോറിയേ ഉള്ളെന്നാണ് അറിവ്. ലോറികൾ വരെ വിറ്റു. പിന്നെ ഇവിടുത്തെ കടകൾ ഒരുമാതിരി ക്ഷയിച്ചൊരവസ്ഥ. സന്ധ്യ കഴിഞ്ഞാൽ ലൈറ്റും വെളിച്ചവും ആളില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയി വാരനാട് തന്നെ. പൂട്ടുന്ന സമയത്ത് 120ഓളം സ്ഥിരം തൊഴിലാളികളും അതിന് മുമ്പ് ഇവിടെ ഒരു 500 പേരും തൊഴിലാളികൾ, സ്ഥിരം തൊഴിലാളികളും അതിൻ്റെ അത്രയും തന്നെ കോൺട്രാക്ട് തൊഴിലാളികളും ഉണ്ടായിരുന്നു. ഇപ്പോൾ പൂട്ടുന്ന സമയത്ത് 2018 സമയമായപ്പോഴത്തേക്ക് 120 സ്ഥിരം തൊഴിലാളികളും 160 പരം കരാർ തൊഴിലാളികളും ഉണ്ടായിരുന്നു. പിന്നെ കരാർ പൂൾ തൊഴിലാളികൾ, പിന്നെ ഇവിടുത്തെ നാട്ടുകാരുടെ കോൺട്രാക്ട് ടീമും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഇപ്പോൾ മാക്ഡവലിലെയാണ്, USL ലിക്കർ കമ്പനിയിലെ ബിയർ കമ്പനിയിലും അതുപോലെ തന്നെ തൊഴിലാളികളുണ്ടായിരുന്നു. കരാർ തൊഴിലാളികളും സ്ഥിരം തൊഴിലാളികളും. അവരുടെ അവസ്ഥ ഇപ്പോൾ ഞങ്ങളുടെ അപ്പുറത്തായിട്ട് നിൽക്കുകയാണ്. ഇപ്പം ഈ പാലക്കാട് പ്രവർത്തിക്കുന്ന കമ്പനി പ്രവർത്തിക്കാനിപ്പോൾ തുടങ്ങുന്ന ഉള്ളെന്ന് പറയുന്നത് അതിവിടെയാണെങ്കിൽ അതിൻ്റെ 4 വിഷയങ്ങൾ പോലും ഇവിടെ ഇല്ലാതെ, നല്ല വിഷയങ്ങളില്ലാതെ തന്നെ ഇവിടെ സുഗമമായി പ്രവർത്തിക്കാൻ സാധിക്കും. ഇവിടെ തുറന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വാരനാട് വീണ്ടും ഒരു പുനരുജ്ജീവനം ഉണ്ടാവും. ഇവിടെ തുറന്ന് പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. വാരനാടുകാരായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ ഈ കമ്പനി കൊണ്ട് മറ്റുള്ളവർക്കും നാട്ടുകാർക്ക് ദോഷമില്ല, ഗുണം മാത്രമേ ഉള്ളൂ. മറ്റുള്ള സ്ഥലങ്ങളിൽ പറയുമ്പോൾ വെള്ളത്തിന് ക്ഷാമമില്ല, മറ്റ് പ്രശ്നങ്ങളൊന്നും, പൊല്യൂഷൻ്റെ വലിയ പ്രശ്നങ്ങളില്ല. ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അത് പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. എക്സൈസ് മന്ത്രിയും നാട്ടുകാരിയുമായ KR ഗൗരിയമ്മയുടെ മുൻകൈയിൽ 1959 വാരനാട്ടെ ചുരിമണലിൽ കമ്പനിക്ക് തറക്കല്ലിട്ടത്. വിറ്റൽ മല്ലിയായിരുന്നു ഉടമസ്ഥൻ. പിന്നീട് കമ്പനി മകൻ വിജയ് മല്ലിയുടേതായി. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കമ്പനി വിറ്റു. മാറി മാറി വന്ന എല്ലാ ഉടമസ്ഥരുടെയും പ്രശ്നം ഉയർന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമായിരുന്നു. സ്വാഭാവികമായും തൊഴിലാളി സമരങ്ങളുണ്ടായി. ആലപ്പുഴ ജില്ലയിൽ തന്നെ മെയിൻ ഒരു സ്ഥാപനമായിരുന്നു അത്. ആലപ്പുഴ ജില്ലയെന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നല്ലൊരു ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ്. എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ 2 UVയിലും USL കൂടി 700 സംതിങ് ജോലിക്കാരുണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് 1000 പരം ജോലിക്കാർ വേറെ ഉണ്ടായിരുന്നു. കോൺട്രാക്ട് സെക്ഷനിൽ ഡെയിലി ബേസിനായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ചേർത്തല ലോറി ട്രാൻസ്പോർട്ടിൻ്റെ ഇതിൽ യൂണിയൻ്റെ ഇതിൽ തന്നെ ഇവിടെ ലോറി വരുമായിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതും 10-60 ലോറികൾ വന്ന് അതിനോടനുബന്ധിച്ച് ഒത്തിരി കുടുംബങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കണ്ട് ഇവിടുത്തെ അവസ്ഥകളുണ്ടല്ലോ, ഇവിടെ ഒരു ഷോപ്പർബ് പോലെ ആയിരിക്കുകയാണ്. നേരത്തെ ഒരു ടൗൺഷിപ്പ് പോലെയായിരുന്നു വാരനാട് എന്ന് പറഞ്ഞത്. അത്രയ്ക്ക് നല്ല ഫേമസ് ആയിരുന്നു. ഇവിടെ ജനങ്ങൾ ഇങ്ങനെ തിക്കി ദിവസം ഒരു 100-500 പേരെങ്കിലും ഇവിടെ ഉത്സവം പോലെയായിരുന്നു. അതൊക്കെ ഇപ്പോൾ നിശ്ചലമായി. അപ്പോൾ ഈ മാക്ഡവലിൻ്റെ അവസ്ഥയും അതുപോലെ യുണൈറ്റഡ് പിന്നെ ടൂറിസ്റ്റ്, ഈ 2 അവസ്ഥകളും ഇപ്പോൾ പര്യാപ്തമാണ്. ഇപ്പോൾ ഉണ്ടായിരുന്ന തൊഴിലാളികളെ വെച്ചുകൊണ്ട് അവർക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട്, ശമ്പളം കൂടുതലാണ്. നല്ല വേദനയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നു. ശമ്പളം, ഇൻസെൻറ്റീവ് അങ്ങനെയുള്ള എല്ലാം കൊടുക്കുമായിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ മാനേജ്മെൻറ്റ് തയ്യാറല്ലായിരുന്നു. അങ്ങനെ യൂണിയനായിട്ട് വിഷയമുണ്ടായി. തൊഴിലാളിക്ക് ആയിട്ട് ചർച്ച ചെയ്ത് തൊഴിലാളി പ്രൊഡക്ഷൻ കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തൊഴിലാളികൾ അതിന് തയ്യാറായതാണ്. പക്ഷെ അപ്പോഴും പിന്നെ തൊഴിലാളികളെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ അവസ്ഥയിലാണ് ഇതിനകത്ത് ഇങ്ങനെ സമരം വന്നു പോയത്. ബ്രൂവറിക്ക് ആവശ്യമായ ജലമെടുത്തിരുന്നത് വലിയ കുഴൽ കിണറുകളിൽ നിന്നായിരുന്നു. കിഴക്കു ഭാഗത്തൂടെ ഒഴുകുന്ന കായലും തെക്ക് വശത്തുകൂടി ഒഴുകുന്ന ചെറിയ തോടും നീരുറവകൾ വറ്റാതെ കാത്തു. പരിസരവാസികൾക്കൊക്കെ നല്ല പണിയുണ്ടായിരുന്നു. പക്ഷേ ആ പണി നിന്നുപോയത് ഇവിടുത്തെ യൂണിയൻകാരും തൊഴിലാളികളും തമ്മിലുള്ള ഒരു കരാറിൻ്റെ പുറത്താണ് അത് നിന്നുപോയത്.
മാനേജ്മെൻറ്റിന് അത് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. അവർക്ക് കൂലി വർധന വേണമെന്ന് പറഞ്ഞപ്പോൾ മാനേജ്മെൻറ്റ് അത് കൊടുക്കാൻ സമ്മതിച്ച് വേണ്ട 5 വർഷം കഴിഞ്ഞ് ഈ കമ്പനി ഇങ്ങനെ കിടക്കാൻ പറഞ്ഞു. ഇന്നുവരെ ആരും അതിനെപ്പറ്റി ഒരു അനക്കവും ഇല്ല. തൊഴിലാളികളും ഇല്ല, പിന്നെ മാനേജരും ഇല്ല, റേഡിയോ നേതാക്കന്മാരാരും ഇല്ല. അങ്ങനെ കിടക്കുകയാണ് ഇപ്പം. കമ്പനി ഉണ്ടായിരുന്നപ്പോൾ കച്ചവടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കച്ചവടവും ഇല്ല, വെറുതെ ഇരിക്കുകയാണ്. വന്നാൽ നല്ല കാര്യം. ഉയർന്ന ഉൽപാദന ചെലവ് ചൂണ്ടിക്കാട്ടി 2015 വാരനാടിന്റെ ഐശ്വര്യമായിരുന്ന കമ്പനി അടച്ചുപൂട്ടി. പാലക്കാട്ടെ ബ്രൂവറി വിവാദം കൊഴുക്കുമ്പോൾ വാരനാട്ടുകാർ വീണ്ടും വിളിക്കുകയാണ്, ഇവിടേക്ക് വരിക. 99 വർഷത്തേക്ക് സർക്കാർ പാട്ടത്തിന് കൊടുത്ത 18 ഏക്കർ ഭൂമിയാണ് ഇന്ന് സ്വകാര്യ കമ്പനിയുടെ കൈവശമുള്ളത്. സ്ഥലം MLA കൂടിയായ കൃഷിമന്ത്രി ഇടപെട്ട് ഡിസ്ലറിയുടെ പ്രവർത്തനം ആരംഭിക്കണം. ഒരുപക്ഷെ വാരനാട്ടെ കുറേയധികം ജനങ്ങൾക്ക് വരുമാന മാർഗമായേക്കാം. ക്യാമറാമാൻ സനീഷിനോടൊപ്പം ആഗ്ര കൃഷ്ണ, IBN മലയാളം.